ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ ഒരു അണ്ടർ വാട്ടറാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ നോർമൽ വീഡിയോസ് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ ഉള്ള യൂട്യൂബിൻ്റെ ക്ലാരിറ്റി ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ആ സൈഡിലൊന്ന് പോയിട്ട് ആ ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റി ഒന്ന് കൂട്ടിയെടുക്കുക. കാരണം അണ്ടർ വാട്ടറാണ്, കുറച്ച് ഡാർക്ക് ആയിരിക്കും. അപ്പോൾ ഒരു എന്നാ പറയുക 720 അല്ലെങ്കിൽ ഒരു 720 അതിന് മേളിലോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പക്ക ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് സാധനം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ അണ്ടർ വാട്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞത്. നല്ല ക്ലാരിറ്റിയിൽ ഒറിജിനലായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ആ ഒരു വിഷ്വൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. കുളത്തിൻ്റെ അകത്ത് അണ്ടർ വാട്ടർ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാമറ ഞാൻ മുമ്പ് ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ പറയുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോപ്രോയുടെ മാക്സ് ആണ്. അപ്പോൾ ഈ സാധനത്തിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്യാമറ, ഫ്രണ്ട് വിഷ്വൽ കിട്ടും, ബാക്ക് വിഷ്വൽ കിട്ടും, 360 കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നോർമലി നമ്മുടെ ഫോണിലൊക്കെ 4K കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് 4K കിട്ടത്തില്ല, പകരം മറ്റേ 1440 ആ ഒരു റെസൊല്യൂഷൻ ആയിരിക്കും കിട്ടുക. അതുപോലെ 360ൽ 5.3K, അതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത്. പിന്നെ ഈ സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് കവർ ഉണ്ടാവും. അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് ഈ ഗ്ലാസിൻ്റെ ആണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ബോൾ പോലെ ഇരിക്കും, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പലരും പറയാറുള്ള തെറ്റായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ സാധനം ഇട്ടെങ്കിൽ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാവുള്ളൂ. പക്ഷേ ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല പൊടികളും അങ്ങനെ കല്ലൊക്കെ തെറിക്കണം അങ്ങനത്തെ റൂട്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ക്യാമറയുടെ ലെൻസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ അത് ഈ ഡാർക്കായിട്ടുള്ള ഒരു ചെറിയൊരു പൗച്ചും കൂടി ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ സ്റ്റിക്ക് എന്ന് പറയും. അതായത് ഈ സാധനം ഇതിപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ട് ഒരു ഇംഗ്ലീഷ് അക്ഷരം എന്നിൻ്റെ ഒരു ഷേപ്പിൽ നിൽക്കും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഏത് രീതി വേണമെങ്കിലും മടക്കി വെക്കാം. പിന്നെ അത്യാവശ്യം നല്ല വൈഡിൽ കിട്ടണ വ്ളോഗേഴ്സിനൊക്കെ ആണെങ്കിലും അതുപോലെ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഗോപ്രോ മാക്സ് എന്ന് പറഞ്ഞത്. ഈ സാധനം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലെങ്തിൽ ഇത് കിട്ടും. നമ്മളിത് അണ്ടർ വാട്ടറിൻ്റെ കാര്യം അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം കുളത്തിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുളത്തിൻ്റെ അകത്തോട്ട് ഈ സാധനം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാവുമോ വെള്ളം കയറുമോ എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ വേറൊരു സാധനങ്ങൾ കാണിക്കാം. ഈ സ്റ്റിക്ക് ഒരു കാരണവശാലും നമ്മൾ വെള്ളത്തിൽ യൂസ് ചെയ്യില്ല. കാരണം ഈ സാധനം വെള്ളത്തിൽ താന്നു പോകും. വെള്ളത്തിൽ പൊങ്ങിടക്കാൻ വേണ്ടി വേറെ സാധനം ഉണ്ട്, അത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അങ്ങനത്തെ ഈ സാധനം കണ്ടല്ലോ, പൊള്ളയാണ്, പ്ലാസ്റ്റിക്കാണ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. നമ്മുടെ ഗോപ്രോ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇന്ന് ട്രൈ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഗോപ്രോയുടെ ബാറ്ററി ഇത്രേ ഉള്ളൂ ബാറ്ററി. അതുപോലെ തന്നെ SD കാർഡ്, നമ്മുടെ മൊബൈലിലിടുന്ന മെമ്മറി കാർഡാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇത് ലോക്ക് ചെയ്യാൻ പോവാണേ. ഇതിങ്ങനെ തള്ളി ലോക്ക് ചെയ്തു. ഇവിടെ ഒരു റെഡ് കളറിലൊരു ഇത് കണ്ടോ, ഇതൊരു എക്സ്ട്രാ ഒരു ലോക്ക് കൂടി ഉണ്ട്. ഈ ലോക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം വാട്ടർ പ്രൂഫ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഈ ഒരു ഇത് കൂടെ നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സേഫ്റ്റി ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ സാധനം മുങ്ങി കിടക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും അതിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സാധനം മാക്സിമം ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബനിയൻ തുണിയൊക്കെ വെച്ച് ഈ ലെൻസ് ക്ലീൻ ചെയ്യും. ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് ചില ആളുകൾ വെള്ളം ഉപയോഗിച്ചായിരിക്കും ക്ലീൻ ചെയ്യുക. പക്ഷേ ഇതിനെ കഴിഞ്ഞൊക്കെ പ്രധാനപ്പെട്ട കാര്യം ക്യാമറ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴുകാമെന്നുള്ളത് ശരി തന്നെ. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് എപ്പോഴും ലെൻസ് ക്ലീനർ ഉപയോഗിക്കുക. ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ക്യാമറ ഉപയോഗിക്കുന്ന ആളുകളായിക്കോട്ടെ, എപ്പോഴും ലെൻസ് ക്ലീനർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി അത് നമ്മുടെ ആ വിഷ്വലിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി വെള്ളത്തിലോട്ട് മുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യാൻ പോവാണ്. 2 ബട്ടണാണ് ഈ ഒരു ഗോപ്രോയ്ക്കുള്ളത്. ഒന്ന് സൈഡിൽ പവർ ബട്ടൺ, പിന്നെ രണ്ടാമത് മേളിൽ റെക്കോർഡിംഗ് ബട്ടൺ. ഇതിൽ തന്നെയാണ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യാൻ പോവാണ്. ഗോപ്രോ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഹോള്, അതായത് ബാറ്ററിയുടെ ഹോള് ഈ സൈഡിലാക്കുക. നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ നമുക്ക് തുറക്കാൻ പാടായിരിക്കും. ഇത് കണ്ടോ, പുറത്തോട്ട് ഈ തള്ളി നിൽക്കണമുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ബേസായിട്ടാണ്. ലോക്ക് ചെയ്തു. എപ്പോഴും അത് നോക്കുക. നമ്മൾ വെള്ളത്തിലാണെങ്കിലും കരയിലാണെങ്കിലും ലോക്ക് ചെയ്ത് വെച്ചേക്കാൻ നോക്കുക. ഏതെങ്കിലും കാരണവശാൽ ഒന്ന് വെള്ളത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നത് നമുക്ക് ക്യാമറ ആയിരിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് സാധനം ഒന്ന് നനച്ച് നോക്കാം കേട്ടോ. നമുക്കൊന്ന് വെള്ളത്തിലിട്ട് നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സാധനം ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ വാട്ടറാണ്.
അപ്പോൾ നമ്മൾ നേരെ ഇതുമായിട്ട് നേരെ അടിയിലോട്ട് പോകുന്നു, വിഷ്വൽ എടുക്കുന്നു, തിരിച്ച് കയറി പോന്നു. നമ്മുടെ ഇവിടുത്തെ കുളിക്കാൻ വന്ന ആൾക്കാരെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, നൈസായിട്ട് ആ സംഭവം എടുത്ത് നിങ്ങൾ തീർക്കുകയാണ്. അപ്പോൾ പോയേക്കാം. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ.